ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോടോപ്പി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന പിക്സ്ലർ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പിക്സ്ലറിനെ പറ്റി പറഞ്ഞു. ഓക്കെ, പിക്സ്ലർ നമുക്കറിയാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂളിലെ ടെംപ്ലേറ്റ്സുകൾ, ഇപ്പോൾ കണ്ടമാനം ടെംപ്ലേറ്റ്സുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ടെംപ്ലേറ്റ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇതൊന്നും കൂടുതൽ അറിയാനില്ല, കാരണം എവരി വൺ ക്യാൻ ഈസി ടു ഡു, ബിക്കോസ് വളരെ യൂസ്ഫുള്ളാണ്. സിമ്പിളായിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വലിയ ഡിസൈനിങ് നോളജോ അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് സൈഡൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഏതൊരു പേഴ്സണിക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെന്ന് നോക്കാം, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോറീസ് എങ്ങനെ മേക്ക് ചെയ്യാം, അപ്പം ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ള കാര്യങ്ങൾ, ആനിമേഷൻസ്, കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ടൈം കളയാതെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്ക് എന്താ പറയുക, pixlr.com ഓപ്പൺ ചെയ്യാം. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് എനിക്ക് ടൂൾസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഗ്രിഡ് ഓപ്ഷൻ കാണാം, അതായത് ടൂൾസിൻ്റെ ആപ്സിൻ്റെ ആക്സസ് ഉണ്ട് ഇവിടെ. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം Pixlr X ഉണ്ട്, Pixlr E ഉണ്ട്, റിമൂവ് BG ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അതുപോലെ ഫോട്ടോ മാച്ച് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട് ഇവിടെ. അപ്പം ഇതിൽ നിങ്ങൾ ഇപ്പോൾ Pixlr E എടുക്കാം. നമുക്ക് Pixlr E എടുക്കാം. Pixlr Eയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ ടെംപ്ലേറ്റ്സ് സൈഡിൽ നിങ്ങൾക്ക് ടൂൾ ബാറിൽ കാണാം. ടെംപ്ലേറ്റ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ടെംപ്ലേറ്റ്സുകൾ ഇങ്ങനെ ലിസ്റ്റ് കാണാം. കണ്ടമാനം ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ ഇതിലിപ്പം സ്റ്റോറീസ് എടുക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുക്കുകയാണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇഷ്ടംമാതിരി ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പം ഇതിൽ തന്നെ ഇപ്പോൾ സ്റ്റോറീസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പോസ്റ്റ് നമുക്ക് എങ്ങനെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സെക്ഷൻ, അതായത് കാറ്റഗറി ചൂസ് ചെയ്തു. അതിലേക്ക് കാണാം കുറേ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസുകൾ കാണാം. കണ്ടോ, നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾസും അവൈലബിൾ ആണ്. അപ്പോൾ സിമ്പിളാണ് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തില്ല. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തു. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ എഡിറ്റ് ഓപ്ഷനിലേക്ക് പോകും. ഇപ്പോൾ എഡിറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ ഇൻ്റർഫേസ് പോലെയാണ്. സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസാണ്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണോ അതിന് ഒരു സിമിലർ ആയിട്ടുള്ള ഇൻ്റർഫേസാണ് ഈ ടൂളിൻ്റെ എഡിറ്റ് മോഡുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഓരോ ഇമേജസും ഇത് ലെയർ വൈസ് അവർ ചെയ്തിട്ടുണ്ട്, ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം
അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ഇമേജും ടെക്സ്റ്റൊക്കെ ലെയർ വൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ളതുപോലെ തന്നെയാണ്, പക്ക ലെയറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ലെയർ പുതിയ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷൻസ്. അതുപോലെ ഇവിടെ കുറേ ടൂൾസുകളുണ്ട്. ആ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ്, നമുക്ക് ഇവിടെ ഐ യൂസ് ചെയ്തിട്ട് ഡിസേബിളും എനേബിളും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അത് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റാണ്. കണ്ടോ, അങ്ങനെ ഫുള്ളി എന്താ പറയുക കാര്യങ്ങളും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പാസിറ്റി വലുതാക്കുക, ചെറുതാക്കുക, സ്ക്രീനിൻ്റെ ക്യാൻവാസ്, പിന്നെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ടെക്സ്റ്റിൻ്റെ തന്നെ നമുക്ക് ടെക്സ്റ്റ് മാറ്റാം, നിങ്ങൾക്ക് എന്താ വേണ്ടി വന്നിട്ട്. അപ്പം ഇൻറ്റീരിയർ ഞാൻ കൊടുക്കണം. ഓക്കെ, ഇൻറ്റീരിയർ ഇത് നമുക്ക് ഡിസൈൻ ആക്കാം. ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇമേജ് മാറ്റാം. ഇപ്പോൾ ഇമേജ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇമേജ് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റൈറ്റ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചേഞ്ച് ഇമേജ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻ മാറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ചേഞ്ച് ഇമേജ് കൊടുക്കാം. നമുക്കൊരു ഇമേജ് ചൂസ് ചെയ്യാം. ഞാൻ സാമ്പിൾ ഇമേജ് ഇടാം. ഈ ഒരു ഇമേജ് കണ്ടോ, ആ ഇമേജ് മാറ്റാം. അതുപോലെ നമുക്കിപ്പം ഇതിനെ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇപ്പം ഇമേജിൻ്റെ ഇപ്പം നമുക്ക് കണ്ടോ ഇമേജിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഇവർ ചെയ്തിരിക്കുന്ന ഒറ്റൊരു ഇമേജാണ്. അപ്പം നമുക്കും ഈ ഒരു സെയിം ഇമേജ് കോൺസെപ്റ്റ് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒറ്റൊരു ഇമേജാണ്, ആ ഇമേജിൻ്റെ ടോപ്പിൽ ഞാൻ അലൈൻ ചെയ്തു. അതേ ഇമേജ് തന്നെ സെക്കൻഡ് ഇമേജും ചൂസ് ചെയ്യുക. അതന്നെ ചൂസ് ചെയ്തു, അതിൻ്റെ പൊസിഷൻ കണ്ടോ ഇവിടെ കൊണ്ടുവച്ചു. മൂന്നാമത്തെ ഇമേജും അതന്നെ ചൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ബോട്ടം കൊണ്ടുവയ്ക്കുക. ബോട്ടം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പം എവിടെയാണോ അത് എൻഡ് ചെയ്യുന്നത് അത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഞാൻ എഡിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രൈപ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ലോക്ക്, കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. റീസൈസ് ചെയ്യാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പാസിറ്റി കുറക്കണമെങ്കിൽ കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കണ്ടോ, ഓപ്പോസിറ്റി നമുക്ക് ആ ലെയറൊന്ന് യൂസ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ചെയ്യാം. എന്നിട്ട് നമുക്കിതിന് ഫയലിൽ പോവാം. എന്നിട്ട് എന്താക്കുക, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എക്സ്പോർട്ട് ചെയ്യാം, PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോൾഡറിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ആയി. വിത്തിൻ 2 or 3 സെക്കൻഡിൽ നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ആകും. ഇതുപോലെ നമുക്ക് വീഡിയോസും പല കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനും ആനിമേഷൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിതിൽ എന്താ പറയുക പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും എന്താക്കുക, പോയി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളാണ്. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മോഡൽ യൂസ് ചെയ്യുക, അല്ലാത്തവർ ഫ്രീ ആയിട്ടുള്ള ഏരിയ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ആ ഒരു ടൂൾസുകൾ എങ്ങനെ യൂസ് ചെയ്യുക, നിങ്ങളെ ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസുകൾ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് തന്നെ പോയി ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു, ബൈ ഗൈസ്.